കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം പൊന്നിൻ തോണി. പ്രിയപ്പെട്ടവരെ, രുചിയൂറും ബിരിയാണിയും സ്നേഹത്തിന്റെ കരുതലുമായി നവദീപം കലാകായിക വേദിയുടെ ഏറ്റവും മഹത്തരമായ ബിരിയാണി ചലഞ്ച് നടക്കുന്ന പ്രിയപ്പെട്ട വേദിയിലാണ്. ഒരു നാടിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട നവദീപം കലാകായിക വേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ലക്ഷ്യത്തിൽ നിന്ന് ഇന്ന് 5000 ബിരിയാണി പൊതിയിലേക്ക് ഇത് മാറുന്ന സമയത്ത് ഒരു നാടിന്റെ ഒത്തൊരുമയും ഐക്യവും സ്നേഹവും കരുതലും വിളിച്ചോതിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളും, ചെറിയ കുട്ടികൾ മുതൽ ആബാലവൃദ്ധം ജനവിഭാഗങ്ങൾ വരെ, അമ്മമാർ വരെ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ആമുഖമായിട്ടുള്ള പ്രവർത്തി, ഇതൊക്കെ വ്യത്യസ്തമായ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഒരു നാടിന്റെ വെളിച്ചമായി പ്രയാസത്തിന്റെ കൂടെ ഈ നാടിന് അല്ലെങ്കിൽ നവദീപവും കലാകായിക വേദിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ രീതിയിലേക്ക് ഒരു നാട് ഒരുമിച്ച് പോവാണ്. ഒരു ഭാഗത്ത് അമ്മമാരുടെ നേതൃത്വത്തിൽ, ചേച്ചിമാരുടെ നേതൃത്വത്തിൽ ഇതിന്റെ പിന്നണിയിലുള്ള ഓരോ പ്രവർത്തനങ്ങളും, അത് പച്ചക്കറി അരിയുന്ന കാര്യങ്ങളായാലും ശരി, മറ്റുള്ള കാര്യങ്ങളായാലും ശരി, കറിവേപ്പിലൊക്കെ വരുന്നിടത്ത് കൊണ്ടുവരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സ് നിറയുന്നു, വയറ് നിറയുന്നു. അതോടൊപ്പം തന്നെ ലളിത എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വലിയ പോരാട്ടത്തിനും കൂടി ഇവിടെ വലിയ കാഹളം നാളമുയം കണ്ടില്ലേ നിങ്ങൾ. ദമ്മ് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ചെമ്പുകളടക്കം പല ആളുകൾ സഹകരിച്ചുകൊണ്ടാണ് ഈ രാവിലെ ഈ ദമ്മ് പൊട്ടിക്കുന്നത്, ബിരിയാണി ചെമ്പിന്റെ ദമ്മ് പൊട്ടിക്കുന്നത് ഒരു നാടിന്റെ സ്നേഹം വിളിച്ചോതിക്കൊണ്ട്, ഒരു നാടിന്റെ ഐക്യം വിളിച്ചോതിക്കൊണ്ട് ഞങ്ങൾക്കും സാധിക്കും, ഒരു നാട് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ സാധിക്കുമെന്നുള്ള അടിപതറാത്ത മനസ്സ്, അചഞ്ചലമായ നിലപാടുകളൊക്കെമായി പ്രതിസന്ധികളും തളരാതെയാണ് ഈ നാട് അമ്പലപ്പുഴയിൽ എന്ന് പറയുന്ന ഈ മനോഹരമായ ഗ്രാമം ജനിതയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയത്. നമ്മളൊരു 2000 പേർക്ക് ഒരു ബിരിയാണി കൊടുക്കാം എന്നുള്ള ലക്ഷ്യത്തിലാണ് തുടങ്ങി വെച്ചത്. പക്ഷേ ഓർഡറുകളും ഇതിന്റെ പിന്തുണയും പല മേഖലകളിൽ നിന്നുള്ള ക്ലബ്ബുകളുടെയൊക്കെ സഹകരണം കൊണ്ട് നമ്മളുടെ അളവ് കൂടി 2000, 2500 3000 3500 4500 5000 എത്തി നിൽക്കുകയാണ്. പിന്നെ ഒന്നുകൂടി പറയാതിരിക്കാൻ വയ്യ, നമുക്ക് ഇങ്ങനെ ഒരു ഉത്തേജനം നൽകിയത് ശരിക്കും ഈ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ ഒരു സാമീപ്യമാണ്. അദ്ദേഹത്തിന്റെയും ഈ കമ്മിറ്റിയുടെയൊക്കെ ഒരു ഊർജം നമുക്ക് നൽകിയത് ഇവരുടെയൊക്കെ ഒരു പിന്തുണയും ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടുമാണ്. പഞ്ചാര പനങ്കിളിക്ക് ഉപ്പാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ കാണും